and take that discussion. Thank you, sir. Thank you so much. So, good evening, everyone. It is really wonderful to be here with all of you once again. And I feel very happy and grateful for this opportunity to spend some time together, share our thoughts and learn from each other. First of all, let me introduce myself. And my name is Fatima Dilna. I am a student studying in 10th grade at New Indian Model School. സോ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് നിങ്ങളുടെ എല്ലാവരെയും കൂടെ ഒരു വട്ടം കൂടി ഈ ഒരു കോൺവെർസേഷനിൽ ഉൾപ്പെടുത്താൻ നിങ്ങളെന്നെ വെൽക്കം ചെയ്തല്ലോ. വളരെയധികം സന്തോഷമുണ്ട് ഈ ഒരു ടൈം നിങ്ങളോടൊപ്പം സ്പെൻഡ് ചെയ്യാനും നമ്മുടെയൊക്കെ തോട്ട്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാനും മറ്റുള്ളവരിൽ നിന്നും എനിക്ക് നിങ്ങളിൽ നിന്നും നിങ്ങൾക്ക് എന്നിൽ നിന്നും പഠിക്കാനുള്ള ഈ ഒരു ഓപ്പർച്യൂണിറ്റി ലഭിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. So last time we had such a lovely conversation and I truly enjoyed listening to everyone's ideas and experiences. A conversation becomes beautiful when everyone feels comfortable to express themselves. And I hope we can create the same atmosphere today as well. ഇന്നും നമുക്ക് നല്ല രീതിയിൽ തന്നെ നല്ലൊരു എക്സ്പീരിയൻസ്, നല്ലൊരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. So today we are going to discuss a very meaningful topic. A strong foundation is very important in life. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെയധികം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മീനിങ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. എ സ്ട്രോങ് ഫൗണ്ടേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ലൈഫ്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ എന്നുള്ളത്, അത് ഒരു സ്ട്രോങ് അടിത്തറ എന്നുള്ളത്. ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ ഇൻട്രാക്ട് ചെയ്തിട്ടാണ് ഈ ഒരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പം ഞാനിത് ജസ്റ്റ് ക്ലാസ് പോലെ എടുത്തിട്ട് പോകുന്നതല്ല, പകരം ഇതിനിടയ്ക്ക് ഞാൻ ക്വസ്റ്റ്യൻസ് ചോദിക്കും, അതുപോലെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടാവും, അതിലൊക്കെ നിങ്ങൾ ഇൻട്രാക്ട് ചെയ്യുമെന്നാണ് വിശ്വസിക്കുന്നത്. സോ ലെറ്റ്സ് മേക്ക് ദിസ് എ വണ്ടർഫുൾ സെഷൻ ടുഡേ. So before we begin, I would like to ask everyone a simple question. Imagine you are building a beautiful house. You choose the best design, the best colors and the best decorations. But what is the one thing that decides whether the house will stand strong for many years? അതായത് നിങ്ങൾ ഒരു നല്ല ഭംഗിയുള്ളൊരു വീട് ഉണ്ടാക്കി, അതിന് നിങ്ങൾ ബെസ്റ്റ് ആയിട്ടുള്ള ഡിസൈന് ചൂസ് ചെയ്തു, ബെസ്റ്റ് ആയിട്ടുള്ള കളേഴ്സ് ചൂസ് ചെയ്തു, ബെസ്റ്റ് ആയിട്ടുള്ള ഡെക്കറേഷൻസ് ചൂസ് ചെയ്തു. പക്ഷേ എന്ത് ഫാക്ടറാണ്, എന്ത് ഘടകമാണ് തീരുമാനിക്കുന്നത് നിങ്ങളുടെ വീട് സ്ട്രോങ് ആയിട്ട് ഒരുപാട് കാലം, ഒരുപാട് വർഷം ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ, അതായത് സ്റ്റോം വന്നാലും കാറ്റ് വന്നാലും ഫ്ലഡ്, വെള്ളപ്പൊക്കം, റെയിന്, മഴ വന്നാലും ഒരു ബുദ്ധിമുട്ട് ആ വീടിന് സംഭവിക്കാതെ എത്ര കാലം നിലനിൽക്കുന്ന അതിനെ തീരുമാനിക്കുന്ന ഒരു ഫാക്ടർ എന്താണ്, ഒരു ഘടകം എന്താണ്? Yes, exactly. Yes, it is the foundation. The foundation may not be the most attractive part of a building and we may not even see after construction, but it is the most important part because it supports everything about it. ഇത് ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ ഫൗണ്ടേഷനാണ് അതിൻ്റെ ബേസ് എന്ന് പറയുന്നത്. അതായത് ഒരു വീട് അല്ലെങ്കിൽ ഒരു ബിൽഡിങ് നിർമ്മിക്കുമ്പോൾ അതിനൊരു അടിത്തറ ഉണ്ടാകും. അടിത്തറ എത്രത്തോളം സ്ട്രോങ് ആണോ അതായിരിക്കും ആ ഒരു വീടിനെ സ്ട്രോങ് ആക്കി നിർത്താൻ വേണ്ടി പോകുന്നത്. ഈ ബിൽഡ് ചെയ്യുന്ന, കൺസ്ട്രക്ട് ചെയ്യുന്ന അടിത്തറ ഒരിക്കലും നമ്മൾ പിന്നെ വീട് നിർമ്മിച്ച ശേഷം കാണില്ല. ആദ്യം വീടിൻ്റെ തുടക്കത്തിൽ അടിത്തറ കാണും, പിന്നെ നമ്മൾ ആ അടിത്തറ കാണില്ല. അപ്പോൾ അടിത്തറ കാണത്തില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അടിത്തറ സ്ട്രോങ് ആക്കാതെ, ഈ ഒരു ഫൗണ്ടേഷൻ, ആ ഒരു ബേസ് സ്ട്രോങ് ആക്കാതെ വീട് എടുത്താലും വീട് നിർമ്മിച്ചാൽ എന്തെങ്കിലും ഗുണമുണ്ടോ? ജസ്റ്റ് ഒരു കാറ്റടിച്ചാലോ അല്ലെങ്കിൽ വീടിന് പെട്ടെന്ന് ഡാമേജ് വരില്ലേ? പക്ഷേ ഈ ഒരു അടിത്തറ നമ്മൾ കാണുന്നില്ലെങ്കിലും നമ്മളത് സ്ട്രോങ് ആക്കിയിട്ടല്ല ബിൽഡ് ചെയ്യുന്നത്. അതിന് കാരണം എന്താണ്? അതിൻ്റെ മുകളിലാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്നത്. അവർ ലൈഫ് ഈസ് ഓൾസോ ലൈക്ക് എ ബിൽഡിംഗ്. അവർ ഡ്രീംസ്, അച്ചീവ്മെൻറ്റ്സ്, relationships and success are built on the foundation we create within ourselves. നമ്മുടെ ജീവിതവും ഇതുപോലെ തന്നെ ബിൽഡിങ് പോലെയാണ് നമ്മുടെ ജീവിതം. നമ്മുടെ ഡ്രീംസ് ആയിക്കോട്ടെ, നമ്മുടെ അച്ചീവ്മെൻറ്റ്സ് ആയിക്കോട്ടെ, നമ്മുടെ റിലേഷൻഷിപ്സ് ആയിക്കോട്ടെ, സക്സസ് ആയിക്കോട്ടെ, ഒക്കെ ഈ ഒരു ഫൗണ്ടേഷൻ്റെ പുറത്താണ് എല്ലാതും നിലകൊള്ളുന്നത്. ഇപ്പം ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ഡ്രീം, നിങ്ങളുടെ ആഗ്രഹം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് പഠിക്കുന്നതാണെങ്കിലും അതിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യം എന്താണ്? ഫൗണ്ടേഷനാണ്. ഇംഗ്ലീഷിൽ ഫൗണ്ടേഷൻ വേണം, ബേസ് വേണം. ലെറ്റേഴ്സ്, ഇംഗ്ലീഷ് ലെറ്റേഴ്സ് അറിയണം, അത് കൂട്ടിച്ചേർത്തിട്ട് റീഡ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയണം. ഓരോ ലെറ്ററും എങ്ങനെയാണ് സൗണ്ട് ചെയ്യുന്നത്, ഒരു വേർഡ് എങ്ങനെയാണ് പ്രൊണൗൺസ് ചെയ്യേണ്ടത്. മാത്രമല്ല ഒരു സെൻറ്റൻസ് ഫോം ചെയ്യുമ്പോൾ അതിൻ്റെ ബേസിക് സ്ട്രക്ചർ, SVO ഫോർമാറ്റ് ഉണ്ടല്ലോ, സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്, അതുപോലെ തന്നെ ബേസിക് ടെൻസസും,
ഇതൊക്കെ ആണ് ഈ ഒരു ഇംഗ്ലീഷിൻ്റെ ബേസ്, ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് സെറ്റാണെങ്കിൽ പിന്നെ ബാക്കിയുള്ളത് കോൺവെർസേഷനിലൂടെ ഗ്രാമർ കറക്റ്റായി നിങ്ങൾ സംഭാഷണം ചെയ്യുന്നതിലൂടെ കറക്റ്റായിട്ട് വരുന്നതാണ്. അപ്പോൾ എവിടേക്കാണോ എല്ലാ ആസ്പെക്റ്റിലും നമ്മുടെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് നിർബന്ധമാണ്. So today let us explore what makes a strong foundation in life and also reflect on how we can make our foundation stronger. I warmly invite everyone to share your thoughts because every person's experience has something valuable to teach us. ഇന്നത്തെ ഈ ഒരു സെഷനിലൂടെ, ഈ ഒരു ഡിസ്കഷനിലൂടെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കാം, എവിടേക്കാണ് നമ്മുടെ ഫൗണ്ടേഷൻ നമുക്ക് സ്ട്രോങ് ചെയ്യേണ്ടത്. ചിലപ്പോൾ നമുക്ക് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ ഇംഗ്ലീഷിലുണ്ടാകും. ഇനി ലൈഫിൽ വേറെ ഏതെങ്കിലും ആസ്പെക്റ്റിൽ, ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് കുക്കിങ്ങിൽ ഒരു ഫൗണ്ടേഷൻ വേണ്ടി വരും. അതുപോലെ തന്നെ മറ്റുള്ള കോൺഫിഡൻസ്, അതിലൊരു ഫൗണ്ടേഷൻ വേണ്ടി വരും. സോ എവിടെയാണ് നിങ്ങളുടെ ഫൗണ്ടേഷൻ വേണ്ടത്, അവിടെ എങ്ങനെ നിങ്ങൾക്ക് ഫൗണ്ടേഷൻ സ്ട്രോങ് ചെയ്യാം. മ്യൂട്ടാക്കാത്തവരൊന്ന് മ്യൂട്ട് ചെയ്യണേ. ഓക്കെ സോറി. എവിടെയാണ് നമുക്ക് ഫൗണ്ടേഷന് സ്ട്രോങ് ചെയ്യേണ്ടത്, അവിടെ എങ്ങനെ നമുക്ക് സ്ട്രോങ് ചെയ്യാം, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു സെഷനിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു സെഷൻ വെറുതെ ഇങ്ങനെ ഞാൻ കുറേ കാര്യങ്ങൾ ലെക്ചർ ചെയ്യുന്ന പോലെ പറഞ്ഞു തരില്ല. ഞാൻ ക്വസ്റ്റ്യൻസ് ചോദിക്കും, ആക്ടിവിറ്റീസ് ഉണ്ടാകും, അതിലൊക്കെ നിങ്ങൾ നല്ല ഇൻട്രാക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുമെന്നുള്ള വിശ്വാസത്തോടെയാണ് എടുക്കുന്നത്. സോ നിങ്ങളെല്ലാവരെയും ഞാൻ ഈ ഒരു സെഷനിലോട്ട് ഇൻവൈറ്റ് ചെയ്യാണ്. Now let us first understand what a foundation actually means. ഫസ്റ്റ് നമുക്ക് സെഷൻ, ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള സെഷൻ തുടങ്ങുന്നതിന് മുമ്പ് എന്താണ് ആക്ച്വലി ഫൗണ്ടേഷൻ എന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതൊരു അടിത്തറയാണ്. എ ഫൗണ്ടേഷൻ ഈസ് ദ ബേസ് ഓർ സപ്പോർട്ട് ഓൺ വിച്ച് സംതിങ് ഈസ് ബിൽഡ്. ഇറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ദാറ്റ് ഗിവ്സ് സ്ട്രെങ്ത് ആൻഡ് സ്റ്റെബിലിറ്റി ടു എവറിത്തിങ് ദാറ്റ് കംസ് ആഫ്റ്റർ ഇറ്റ്. ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഒരു ബേസാണ്, അഥവാ ഒരു സപ്പോർട്ടാണ്. അതിൻ്റെ പുറത്താണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്യുന്നത്, നിർമ്മിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നേരത്തെ ഒരു വീടിൻ്റെ അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിൻ്റെ അടിത്തറ പറഞ്ഞല്ലോ, അതൊരു ബേസാണ്. അത് ആ ഒരു സപ്പോർട്ടിൻ്റെ ബലത്തിലാണ് പിന്നെ വരുന്ന ഡിസൈൻസും ഡെക്കറേഷൻസും ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഈ ഒരു അടിത്തറയുടെ സപ്പോർട്ടിലാണ്. അടിത്തറ നന്നായാലേ അതിന് സ്ട്രെങ്ത് വരുള്ളൂ, അതിന് ശക്തി ലഭിക്കുകയുള്ളൂ, സ്റ്റെബിലിറ്റി, സ്ഥിരത ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഫൗണ്ടേഷൻ, ഈ അടിത്തറ എത്രത്തോളം സ്ട്രോങ് ആണോ അതിനനുസരിച്ചിട്ട് അത് ബെറ്റർ ആയിക്കൊണ്ടേയിരിക്കും. ഇനി ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനിവിടെ 2 എക്സാമ്പിൾസ് പറയാം, അതിൽ നിങ്ങൾ ചൂസ് ചെയ്യാം. ഓക്കെ, ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും ആപ്റ്റായിട്ട് തോന്നുന്നത് എന്നുള്ളത്. ഞാൻ ആദ്യത്തെ ഒരു ഓപ്ഷൻ തരാം. ഓക്കെ, ഇതിൽ ഫസ്റ്റ് ഓപ്ഷന് 2 വീടുകളുണ്ട്. അതിൽ ഫസ്റ്റ് വീടെന്ന് പറയുന്നത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള അടിത്തറയാണ്. നല്ല ബ്രിക്ക്, നല്ല കല്ലുകളും നല്ല സിമെൻറ്റുകളും നല്ല പണിക്കാരൊക്കെ ഉപയോഗിച്ച് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു അടിത്തറ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് മുകളിൽ നിർമ്മിച്ചിട്ടുള്ള വീട് അത്ര ഡിസൈനും കാര്യങ്ങളൊന്നുമില്ല, എന്നാലേ കുഴപ്പമില്ലാത്തൊരു മീഡിയം മോഡറേറ്റ് രൂപത്തിലുള്ള ഒരു വീടാണ് നിർമ്മിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ വീട് ബേസ് അത്ര സ്ട്രോങ് അല്ല, എന്നാലോ അതിന് മുകളിൽ നിർമ്മിച്ചിട്ടുള്ള നല്ല ഡിസൈനിലുള്ള, നല്ല ക്വാളിറ്റിയിൽ, കാണാൻ നല്ല ആകർഷകരമായിട്ടുള്ള, അട്രാക്റ്റീവായിട്ടുള്ള നല്ലൊരു വീടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇതിൽ ഏത് ഓപ്ഷൻ എ ഉള്ള വീടാണോ അതോ ഓപ്ഷൻ ബി ആയിട്ടുള്ള വീടാണോ ഏറ്റവും കൂടുതൽ കാലം നിലനിൽക്കുക? എക്സാക്ട്ലി എ ആണ്. കാരണം എന്താണ്, അവിടെ ബേസ് സ്ട്രോങ് ആണ്. ആ വീടിൻ്റെ ബേസ് സ്ട്രോങ്, അടിത്തറ സ്ട്രോങ് ആണ്. അപ്പം നമ്മൾ ശേഷം അടിത്തറ നമ്മൾ എന്തായാലും വിസിബിൾ അല്ല, അത് കാണില്ല, അത് നമ്മൾ വീടുണ്ടാക്കി കഴിഞ്ഞാൽ കാണില്ല. അതുകൊണ്ടായിരിക്കും രണ്ടാമത് ഉണ്ടാക്കുമ്പോൾ അടിത്തറ അത്ര സ്ട്രോങ് ആയിട്ട് കാര്യമില്ല നമ്മൾ വിചാരിക്കുന്നത്. ബട്ട് ആക്ച്വലി ദ ഫൗണ്ടേഷൻ മാറ്റേഴ്സ്. ഇനി ഞാൻ വേറൊരു എക്സാമ്പിൾ കൂടി പറഞ്ഞുതരാം, ബോറടിപ്പിക്കാനല്ല, മനസ്സിലാക്കാനാണ്. ഒരു എക്സാമ്പിളാണ്, എ ട്രീ സ്റ്റാൻഡ്സ് ടോൾ ബിക്കോസ് ഇറ്റ് ഹാസ് സ്ട്രോങ് റൂട്ട്സ്. We usually admire the branches, flowers and fruits, but the hidden roots are what give the tree strength. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമ്മൾ ഒരു മരത്തിനെ നോക്കുമ്പോൾ മരം നല്ല രീതിയിൽ വളർന്നൊക്കെ നിൽക്കുന്നുണ്ട്, പക്ഷെ ആ മരത്തിനെ അവിടെ സ്ട്രോങ് ആക്കിയിട്ട് നീളത്തിൽ നിർത്തുന്നത് ആരാണ്? അതിൻ്റെ റൂട്ട്സാണ്, അതിൻ്റെ സ്ട്രോങ് ആയിട്ടുള്ള റൂട്ട്, വേരുകളാണ് അതിനെ അവിടെ ഉറപ്പിച്ച് നിർത്തുന്നത്. നമ്മളൊരു മരം കാണുമ്പോൾ അതിന് നല്ല ബ്രാഞ്ചസ്, നല്ല ശാഖകളുണ്ട്, നല്ല ലീവ്സ്, ഫ്ലവേഴ്സ്, നല്ല ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട്. പക്ഷെ
അതിന് അത്രയും ബ്രാഞ്ചസും അത്രയും ഫ്രൂട്ട്സും കാര്യങ്ങളും ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ളത്, അതിനെ കഴിപ്പിച്ചിട്ടുള്ള ആ ഒരു എബിലിറ്റി കൊടുത്തിട്ടുള്ളത് ആരാണ്? അതിൻ്റെ റൂട്ട്സാണ്. ഇപ്പം ഈ ഒരു മരത്തിൻ്റെ റൂട്ട്സ് അത്ര സ്ട്രോങ് അല്ലെങ്കിൽ ഒരു കാറ്റടിച്ചാൽ ആ മരം അങ്ങ് വീണ് പോവില്ലേ? പിന്നെ അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? പകരം ആ മരത്തിൽ ചിലപ്പോൾ ഫ്രൂട്ട്സോ ഫ്ലവേഴ്സോ ഒക്കെ കുറവായിരിക്കാം, പക്ഷെ അതിൻ്റെ റൂട്ട് സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ ആ മരം അവിടെ കുറേ കാലം നിലനിൽക്കും. സിമിലർലി ഇൻ ലൈഫ് many things that make us successful are not always visible. Our discipline, values, knowledge and positive habits are like our roots. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ലൈഫിൽ നമ്മുടെ സക്സസ്ഫുൾ ആകാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. ചില ആളുകൾ പറയും നമ്മൾ സക്സസ്ഫുൾ ആയത് ഓവർനൈറ്റ് കൊണ്ടാണ്, ഒരു രാത്രി കൊണ്ട് സക്സസ്ഫുൾ ആയതാണെന്ന്. പക്ഷെ അതിന് പിന്നിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും, ഒരുപാട് ഫൗണ്ടേഷൻസ് ഉണ്ടാകും. ആ കാര്യങ്ങളൊന്നും വിസിബിൾ അല്ലായിരിക്കും. ഫോർ എക്സാമ്പിൾ ഡിസിപ്ലിൻ, നമ്മുടെ അച്ചടക്കം, വാല്യൂസ്, നമ്മുടെ മൂല്യങ്ങൾ, അഥവാ നമ്മളെ കൈൻഡ്നെസ്, ഹംബിൾനെസ് തുടങ്ങിയിട്ട് റെസ്പെക്റ്റ് തുടങ്ങിയിട്ടുള്ള വാല്യൂസ്, നോളജ്, നമ്മുടെ അറിവ്, പോസിറ്റീവ് ഹാബിറ്റ്സ്, നമ്മളെ നല്ല നല്ല ശീലങ്ങൾ, നല്ല നല്ല ചിന്തകൾ, ഇതൊക്കെ ഫൗണ്ടേഷനാണ്. നമ്മളൊരു സക്സസ്ഫുൾ ആവണമെന്നുണ്ടെങ്കിൽ ഈ ഫൗണ്ടേഷൻസൊക്കെ നമുക്ക് നിർബന്ധമാണ്. എന്നാൽ ഈ ഫൗണ്ടേഷൻസൊക്കെ മറ്റൊരാൾക്ക് കാണാൻ സാധിക്കുമോ? നമ്മുടെ ഡിസിപ്ലിനും നോളജും കാര്യങ്ങളൊക്കെ മറ്റൊരാൾക്ക് കാണാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. പക്ഷെ ഇതെന്താണ്? ഈ ഒരു ഫൗണ്ടേഷൻ ഉണ്ടായതുകൊണ്ടാണ് അവരല്ല നമ്മൾ സക്സസ്ഫുൾ ആവുന്നത്. സോ നൗ ലെറ്റ് മീ ആസ്ക് യു സംതിങ്. Why do you think the foundation is usually built first before creating something big? ഒരു വലിയ കാര്യം ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് എന്തുകൊണ്ടാണ് നമ്മൾ ഫൗണ്ടേഷൻ സ്ട്രോങ് ആക്കണം, അടിത്തറ സ്ട്രോങ് ആക്കണം എന്ന് പറയുന്നത്? നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായ കാര്യങ്ങളെന്ന് നിങ്ങൾക്ക് ആൻസർ ചെയ്യാവുന്നതാണ്. If foundation is not strong, the building will be collapse. യെസ് എക്സാക്ട്ലി. ഇത് നമ്മുടെ ബിൽഡിങ്ങിൻ്റെ അല്ലെ വീടിൻ്റെ കേസിൽ മാത്രമല്ല, ഇറ്റ് എഫക്ട്സ് ഇൻ ഓൾ അതർ ആസ്പെക്ട്സ് ഓഫ് അവർ ലൈഫ്. നമ്മൾ ഏത് ഫീൽഡിലോട്ട് പോവുകയാണെങ്കിലും അവിടെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഇറ്റ് നോട്ട് ഓൺലി ഡിപ്പെൻഡ്സ് ഓൺ അവർ പ്രൊഫഷൻസ്, ഇറ്റ് ഓൾസോ ഡിപ്പെൻഡ്സ് ഇൻ അവർ ലൈഫിൽ ഓരോ സിറ്റുവേഷനിലും അതെന്താണ് എഫക്റ്റ് ചെയ്യുന്നതാണ്. അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. സോ വെയിറ്റ് ആൻഡ് സീ. സോ ഇവിടെ മാം പറഞ്ഞ പോലെ തന്നെ എക്സാക്ട്ലി വിത്തൗട്ട് എ സ്ട്രോങ് ബിഗിനിങ് ഇറ്റ് ബിക്കംസ് ഡിഫിക്കൽട്ട് ടു ക്രിയേറ്റ് സംതിങ് ലാസ്റ്റിംഗ്. കുറേ കാലം നിലനിൽക്കുന്ന ഒരു കാര്യം ഉണ്ടാക്കാൻ വളരെയധികം ഡിഫിക്കൽട്ടായിരിക്കും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബിഗിനിങ് ഇല്ലെങ്കിൽ. നൗ വി ആർ ഗോണ ഡിസ്കസ് സം ഇമ്പോർട്ടൻറ്റ് ഫൗണ്ടേഷൻസ് ഇൻ ലൈഫ്. നമ്മൾ ഇതുവരെ ഒരു ബിൽഡിങ്ങിൻ്റെയും ഒരു മരത്തിൻ്റെയൊക്കെ കേസാണ് എടുത്തിരുന്നത്. ഇനി നമ്മുടെ ലൈഫിൽ ഇപ്പോൾ നോളജിൻ്റെ കാര്യം, കൂടുതൽ ആളുകൾ ഫൗണ്ടേഷൻ എന്ന് വിചാരിക്കുമ്പോൾ നോളജ് നമ്മൾ പഠിത്തത്തിൽ ഫൗണ്ടേഷൻ റെഡിയാക്കണം, 9th ഫൗണ്ടേഷൻ റെഡിയാക്കണം, എന്നാൽ 11th ഈസി ആകൂ, ഇങ്ങനത്തെ ഫൗണ്ടേഷൻ ആയിരിക്കും കേട്ടിട്ടുണ്ടാവുക. പക്ഷേ കൂടുതൽ ആളുകളും മറന്നു പോകുന്ന കാര്യം ഈ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിലെ ഓരോ കാര്യത്തിലും ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നമ്മളെ ലൈഫിലെ ഓരോ കാര്യങ്ങളും നമുക്ക് എടുത്തിട്ട് പറയാൻ വേണ്ടി സാധിക്കില്ല. എന്തായാലും നമ്മൾക്ക് കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യാം, ഇതിൽ ഡിസ്കസ് ചെയ്യാം. ആൻഡ് ലേറ്റർ നിങ്ങൾ ഈ ഒരു സെഷനൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ ഫ്രീ ടൈമിൽ നിങ്ങൾ ഇരുന്നിട്ട് ചിന്തിക്കുക ഏതൊക്കെ സ്ഥലത്താണ് എനിക്ക് എൻ്റെ ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യേണ്ടത്, ഫൗണ്ടേഷൻ സ്ട്രോങ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന കുറച്ച് എക്സാമ്പിൾസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചിന്തിച്ചിട്ട് തന്നെ ഫൗണ്ടേഷൻ റെഡിയാക്കൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നൗ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന 3 കാര്യങ്ങളെന്ന് പറയുന്നത് നോളജ് ആൻഡ് ലേണിംഗ്, ദ സെക്കൻഡ് വൺ ഈസ് വാല്യൂസ് ആൻഡ് ക്യാരക്ടർ, ആൻഡ് തേർഡ് വൺ ഈസ് ഹാബിറ്റ്സ് ആൻഡ് ഡിസിപ്ലിൻ. ലെറ്റ്സ് ഡൈവ് ഡീപ്പർ ഇൻ ടു ഈച്ച് വൺ ഓഫ് ദോസ്. The first important foundation in our life is knowledge. Learning gives us the ability to understand the world, make wise decisions, and improve ourselves. Education is not only about exams or certificates. It is about developing our thinking and becoming better individuals. Just like a building needs a strong base before adding more floors, we need strong basic knowledge before learning advanced things. ഇത് നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഇത് ലേണിങ്ങിൻ്റെ നോളജിൻ്റെ കാര്യങ്ങളിലോട്ട് വരുമ്പോൾ എങ്ങനെയാണ് ഇത് എഫക്റ്റ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നോളജ് എന്ന് പറയുന്നത് ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ തന്നെയാണ്. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷെ എങ്ങനെയാണ് ഇത് വരുന്നത് എന്നാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത്. ലേണിംഗ്, പഠിത്തം എന്ന് പറയുന്നത്
ജസ്റ്റ് എക്സാംസിന് വേണ്ടിയോ മാർക്സിന് വേണ്ടിയോ സർട്ടിഫിക്കറ്റ്സിന് വേണ്ടി മാത്രമുള്ളതല്ല നമ്മുടെ എഡ്യൂക്കേഷൻ, നമ്മുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. പക്ഷേ പഠിത്തത്തിലൂടെ, അറിവിലൂടെ നമുക്ക് നമ്മുടെ ഈ ഒരു വേൾഡിനെ തന്നെ, ഈ ഒരു ചുറ്റുപാടിനെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പം നമ്മൾ വിചാരിക്കും നമ്മൾ ഒരു കാര്യം പഠിച്ചു, ഒരു വലിയൊരു ടോപ്പിക്ക് കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ചു, പിന്നെ അത് നമ്മൾ ലൈഫിൽ യൂസ് ചെയ്യുന്നില്ലല്ലോ. അപ്പം നമ്മൾ ഒരുപാട് കാലം മുമ്പ് ഒരു ടോപ്പിക്ക് പഠിച്ചു, കഷ്ടപ്പെട്ട് പഠിച്ചു, എക്സാം എഴുതി, മാർക്കൊക്കെ മേടിച്ചു, പിന്നെ ആ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്ത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ ആ ഒരു ടോപ്പിക്കിനെ റിലേറ്റ് ചെയ്ത് ഒന്നും ഞാൻ ചെയ്തിട്ടില്ലല്ലോ എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ, ഒരുപാട് കാര്യങ്ങൾ ഓട്ടോമേറ്റഡ് ആയിട്ട് നമ്മുടെ ലൈഫിൽ നടക്കുന്നുണ്ട്. പക്ഷെ അത് നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്, തിങ്ക് ചെയ്യാത്തതുകൊണ്ടാണ്. ഫോർ എക്സാമ്പിൾ ഫിസിക്സിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ, നമ്മുടെ വേൾഡിൽ, നമ്മുടെ ഈ ചുറ്റുപാട്, ഈ ഒരു മൊമെൻറ്റിൽ പോലും ഫിസിക്സ് വർക്കായിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. പക്ഷെ നമ്മളത് അറിയുന്നില്ല, നമ്മളത് മനസ്സിലാക്കുന്നില്ല, തിങ്ക് ചെയ്യുന്നില്ല. അപ്പോൾ ലേണിങ്ങിലൂടെ, നമ്മുടെ അറിവിലൂടെ നമുക്ക് ഈ ഒരു വേൾഡിനെ മനസ്സിലാക്കാനും, ഓരോ സിറ്റുവേഷൻസ് മനസ്സിലാക്കാനും, വൈസ് ഡിസിഷൻസ് എടുക്കാനും, അഥവാ ഓരോ സിറ്റുവേഷൻ ബേസ് ചെയ്തിട്ട് നമുക്ക് ബുദ്ധിപരമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാക്കാനും, അതുപോലെ തന്നെ നമ്മളെ തന്നെ ഇമ്പ്രൂവ് ചെയ്യാനും അത് സഹായിക്കുന്നതാണ്. നമ്മൾ ഒരു കാര്യം നമ്മൾ ചെയ്തു, പക്ഷെ അത് വർക്കായില്ല, നെക്സ്റ്റ് ടൈം അത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയാണ്, ഏത് രീതിയിലാണ് ഇത് വർക്കാവുക എന്നറിയും. സോ ഇറ്റ് വിൽ ഇംപ്രൂവ് അവർ സെൽഫ്സ്. ഇപ്പം ഇവിടെ നമുക്ക് മനസ്സിലായി, എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എക്സാംസിനോ സർട്ടിഫിക്കറ്റ്സിനോ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ ഓൾറെഡി ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. അത് നമ്മൾ തിങ്ക് ചെയ്തിട്ട് ആലോചിച്ചിട്ട് ചിന്തിച്ചിട്ട് അത് മനസ്സിലാക്കണം. ഇവിടെ നമ്മുടെ തിങ്കിങ് എബിലിറ്റിയും വർദ്ധിക്കുന്നതാണ്, ഡെവലപ്പ് ചെയ്യുന്നതാണ്. മാത്രമല്ല നമ്മളെ ബെറ്റർ ഇൻഡിവിജ്വൽസ് ആക്കുന്നതാണ് നോളജ് എന്ന് പറയുന്നത്. ഒരു ബിൽഡിങ്ങിന് നല്ല അടിത്തറ വേണമെന്ന് പറഞ്ഞു, സെയിം തന്നെ നമ്മുടെ നോളജിന് ഒരു സ്ട്രോങ് ബേസ് വേണം എന്നുള്ളതാണ്. എന്നാലാണ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ഇതിനൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ മാത്സിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ, നമ്മൾ ആദ്യം അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ എന്നത് പഠിക്കുന്നത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് ബേസ്. നമ്മുടെ കൂട്ടൽ, കുറക്കൽ, ഗുണനം, ഹരണം എന്ന് പറഞ്ഞിട്ടുള്ള ഇത് പഠിക്കുമ്പോഴാണ് മാത്സിൻ്റെ ബേസ് സ്ട്രോങ് ആവുന്നത്. എന്നിട്ട് നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളോട്ട് പോയിട്ട് കാര്യമുള്ളൂ. എന്തുകൊണ്ടാണ് ഒരു 3rd ഗ്രേഡ്, ഒരു 4th ഗ്രേഡ് ആകുമ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ കുറേ കാലം ഇരുന്ന് പഠിപ്പിക്കുന്നത്? എന്നാൽ ഹയർ ഗ്രേഡ്സിൽ ഇത് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്, ഒരു തെറ്റും കൂടാതെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. അല്ലാതെ ജസ്റ്റ് ഈ അഡീഷനും സബ്ട്രാക്ഷനും ഇതിനെക്കുറിച്ച് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നേരെ ഓൾജിബ്രയിലോട്ട്, ബീജഗണിതത്തിലോട്ട് നേരെ പോയാൽ അത് എന്ത് ചെയ്യും, ഡിഫിക്കൽട്ടാവും. കാരണം സ്ട്രോങ് ബേസ് ഇല്ല. ഒരു കുട്ടി ഡയറക്റ്റ് ഓൾജിബ്രയിലോട്ട് പോയാൽ അവർക്ക് മൾട്ടിപ്ലിക്കേഷൻ കറക്റ്റ് അറിയില്ല, അപ്പോൾ അവിടെ മൊത്തം അത് തെറ്റും. അതുകൊണ്ടാണ് സ്ട്രോങ് ബേസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇംഗ്ലീഷിൻ്റെ കേസിലാണെങ്കിൽ നിങ്ങൾക്ക് ലെറ്റേഴ്സ് അറിയില്ല, നന്നായിട്ട് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ അത് വളരെയധികം ഡിഫിക്കൽട്ടാകും. അപ്പം ആദ്യം സ്ട്രോങ് ആയിട്ടുള്ള ബേസ് ക്രിയേറ്റ് ചെയ്യുക. ഇതിൽ ഗ്രാമർ മൊത്തം പഠിക്കണം എന്നല്ല പറയുന്നത്, ജസ്റ്റ് സെൻറ്റൻസ് ഫോർമേഷൻ, ബേസിക് ആയിട്ടുള്ള ടെൻസ് കാര്യങ്ങൾ അറിഞ്ഞാൽ അത് പിന്നെ യൂസ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. Now let me ask you a quick question. Have you ever experienced a situation where learning basics helped you understand something difficult later? നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ, ഒരു സാഹചര്യം, അവിടെ നിങ്ങൾ ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യണം, പക്ഷെ അതിൻ്റെ ബേസിക്സ് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഫോർ എക്സാമ്പിൾ, ഒരു വ്യക്തി അടുത്തോട്ട് വന്നിട്ട് പുതിയൊരു ഡിഷ് കുക്ക് ചെയ്യാൻ വേണ്ടി പറയുകയാണ്, പുതിയൊരു റെസിപ്പി പറഞ്ഞു തരികയാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഇത് കേൾക്കുന്നത്, നിങ്ങൾക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും. പെട്ടെന്നൊരു ടൈമിനുള്ളിൽ ഇത് ക്രിയേറ്റ് ചെയ്യുക, ഇത് ഉണ്ടാക്കുക എന്നുള്ളത്. പക്ഷേ നിങ്ങൾക്ക് ഓൾറെഡി കുക്കിങ്ങിലുള്ള ബേസ് ഉണ്ട്. എത്ര സോൾട്ട് ആഡ് ചെയ്യണം, എത്ര ചില്ലി പൗഡർ ആഡ് ചെയ്യണം, എത്ര ടേമറിക് പൗഡർ ആഡ് ചെയ്യണം എന്നുള്ളൊരു ബേസിക്സ് ഉണ്ട്. സോ ഇറ്റ് വിൽ ബി വെരി ഹെൽപ്ഫുൾ ഫോർ യു. The basics will help you in creating those unexpected things. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും എക്സ്പീരിയൻസുകൾ നിങ്ങളുടെ സിറ്റുവേഷനിൽ ഉണ്ടായിട്ടുണ്ടോ? എല്ലാവർക്കും ഷെയർ ചെയ്യാം കേട്ടോ. ആർക്കും ഉണ്ടായിട്ടില്ല ചെറിയൊരു എക്സ്പീരിയൻസ് പോലും?
ഓക്കെ, ഐ തിങ്ക് നിങ്ങളെല്ലാവരും ചിന്തിക്കായിരിക്കും എന്തായിരിക്കും, കാരണം പെട്ടെന്നൊരു ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കാനുണ്ടാവുമല്ലോ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോട്ട് ഡൗൺ ചെയ്യുക. ആൻഡ് ഇതിനെക്കുറിച്ചിട്ട് നിങ്ങൾ ഉറപ്പായിട്ട് ഈ ഒരു ക്ലാസ് കഴിഞ്ഞിട്ട് എന്തായാലും ഒന്ന് ആലോചിച്ച് നോക്കുക. ഓക്കെ, ആൻഡ് നമുക്ക് എന്തായാലും നെക്സ്റ്റ് പോയിന്റിലോട്ട് പോകാം, വിച്ച് ഈസ് വാല്യൂസ് ആൻഡ് ക്യാരക്ടർ. ദ സെക്കൻഡ് ഫൗണ്ടേഷൻ ഈസ് അവർ ക്യാരക്ടർ. അവർ ക്യാരക്ടർ ഈസ് ഈ ക്വസ്റ്റ്യൻ തന്നെ ഒരു തവണയും കൂടി പറയാമോ? Yeah. Have you ever experienced a situation where learning the basics helped you understand something difficult later? മലയാളത്തിൽ വേണോ? No idea. ഒന്നും ആലോചിച്ചിട്ട് കിട്ടുന്നില്ല? ഇല്ല. ഓക്കെ, നന്നായി ആലോചിക്കണം. ഇത് ഡീപ്പർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, സോ യു മേ നീഡ് ടൈം ടു തിങ്ക്. അപ്പോൾ എന്തായാലും ഈ ക്വസ്റ്റ്യന് നോട്ട് ഡൗൺ ചെയ്യുക. യു ക്യാൻ തിങ്ക് ഇറ്റ് ലേറ്റർ ആഫ്റ്റർ ദ സെഷൻ. Now let's get into the next point, which is values and character. The second foundation is our character. Our character is reflected in the way we treat people, handle situations, and make choices. Qualities like honesty, kindness, respect, patience, and responsibility makes a person truly successful. Achievements may bring us appreciation, but good character earns us respect. നമ്മുടെ രണ്ടാമത്തെ ഫൗണ്ടേഷന് എവിടെയാണ് നമ്മൾ ബിൽഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ക്യാരക്ടറിലാണ്, നമ്മുടെ സ്വഭാവത്തിലാണ്. ബിക്കോസ് ഈ ഒരു ക്യാരക്ടറാണ്, ഈ ഒരു സ്വഭാവമാണ് നമ്മൾ മറ്റുള്ള ആളുകളെ, മറ്റുള്ള വ്യക്തികളെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്ന് നിശ്ചയിക്കുന്നത്. നമ്മൾ മറ്റുള്ളവരെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു, മറ്റുള്ളവരോട് എങ്ങനെ സംസാരിക്കുന്നു, പെരുമാറുന്നു എന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ് നമ്മുടെ സ്വഭാവം, ക്യാരക്ടർ എന്ന് പറയുന്നത്. ഈ ക്യാരക്ടർ തന്നെയാണ് നമ്മുടെ സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യുന്നത്. നമുക്കൊരു ഈസി ആയിട്ടുള്ള സിറ്റുവേഷൻ വന്നാലും, അല്ലെങ്കിൽ ഒരു ചാലഞ്ച്, ബുദ്ധിമുട്ട് ഏറിയിട്ടുള്ളൊരു സിറ്റുവേഷൻ വന്നാലും അത് എങ്ങനെ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതും, നല്ല വൈസായിട്ടുള്ള ചോയ്സസ് സിറ്റുവേഷൻ അനുസരിച്ചിട്ട് എന്തൊക്കെ മേക്ക് ചെയ്യണമെന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്നത് നമ്മുടെ ക്യാരക്ടറാണ്, നമ്മുടെ സ്വഭാവമാണ്. സോ ഈ ഒരു സ്വഭാവം എന്ന് പറഞ്ഞ ഈ ഒരു ക്യാരക്ടറിൽ മാക്സിമം നമ്മൾ ഫൗണ്ടേഷൻ എന്ത് ചെയ്യണം, നന്നായിട്ട് തന്നെ ബിൽഡ് ചെയ്യണം. ഒരിക്കലും ക്യാരക്ടർ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ ഒരിക്കലും ബിൽഡ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ക്വാളിറ്റീസ്, നമ്മുടെ ഗുണങ്ങൾ നമ്മൾ സ്ട്രോങ് ആക്കിക്കൊണ്ട് കൊണ്ടുവരണം. ഈ ക്വാളിറ്റീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ ഓണസ്റ്റി അഥവാ സത്യസന്ധത, കൈൻഡ്നെസ്, ദയ, റെസ്പെക്റ്റ്, ആദരവ്, പേഷ്യൻസ് അഥവാ ക്ഷമ, ആൻഡ് റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തം, ഇങ്ങനത്തെ തുടങ്ങിയിട്ടുള്ള ക്വാളിറ്റീസ്, ഗുണങ്ങൾ ഒരു പേഴ്സണിനെ ട്രൂലി സക്സസ്ഫുൾ ആക്കും. ചിലപ്പോൾ അവർ ഫിസിക്കലി സക്സസ്ഫുൾ വരണമെന്നില്ല, പക്ഷെ ഒരാളോട് ട്രീറ്റ് ചെയ്യുന്ന രീതിയിലും അവരുടെ തന്നെ സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യുന്നതിലും ആൾ സക്സസ്ഫുൾ ആയിരിക്കും. കാരണം ആളുടെ ക്യാരക്ടർ അത്രക്കും സ്ട്രോങ് ആണ്. നമ്മൾ ഒരുപാട് അച്ചീവ്മെൻറ്റ്സ് ഒക്കെ നേടും, അതിനൊക്കെ ഒരുപാട് അപ്രിസിയേഷൻസ് നമുക്ക് കിട്ടും. അപ്പം നമ്മളൊരു അച്ചീവ്മെൻറ്റ് നേടിയ ആളുകൾ നമ്മൾ കൺഗ്രാജുലേറ്റ് ഒക്കെ ചെയ്യും. പക്ഷേ ഈ സെയിം ആൾ തന്നെ റെസ്പെക്റ്റ് ഏൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആൾക്ക് ഗുഡ് ക്യാരക്ടർ ഉണ്ടാവണം. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഒരുപാട് അച്ചീവ്മെൻറ്റ്സ് ഒക്കെ നേടും, ഒരുപാട് വലിയ നിലയിലൊക്കെ എത്തും. ആ സമയത്ത് ആളുകൾ നമ്മളെ കൺഗ്രാജുലേറ്റും അപ്രിസിയേഷനൊക്കെ തരും. പക്ഷെ ആ ആൾക്ക് റെസ്പെക്റ്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആൾ ക്യാരക്ടറിനനുസരിച്ചിട്ടായിരിക്കും. ആൾ നല്ല ആളാണെങ്കിൽ നമ്മൾ ആൾക്ക് നല്ല റെസ്പെക്റ്റ് കൊടുക്കും. എന്നാൽ ആൾ മോശമായിട്ടാണ് പെരുമാറുന്നതെങ്കിൽ നമുക്ക് റെസ്പെക്റ്റ് കൊടുക്കാൻ തോന്നില്ലല്ലോ. Now let's get into the next point, which is habits and discipline. അതിനു മുമ്പ് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം, പെട്ടെന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ക്വാളിറ്റി ഡു യു അഡ്മയർ മോസ്റ്റ് ഇൻ എ പേഴ്സൺ ആൻഡ് വൈ? അതായത് നിങ്ങൾ ഒരു വ്യക്തിയിൽ കാണുന്ന ഏറ്റവും നല്ലൊരു ഗുണം എന്താണ്? എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ഒരു ഗുണം തോന്നിയത്? ഒരു വ്യക്തിനെ കാണുമ്പോൾ നിങ്ങൾക്ക് അവർ നല്ലൊരു ആളായിട്ട് തോന്നുമല്ലോ. കാരണം അവർ ചിലപ്പോൾ നല്ല കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടാവാം, അവർ മറ്റുള്ള ആളുകളെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടാവാം. അപ്പം ഒരു വ്യക്തിയിൽ നിങ്ങൾ അഡ്മയർ ചെയ്യുന്ന ക്വാളിറ്റി എന്താണ്? ബിഹേവിയർ. വേറെ എന്തെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും പറയാട്ടോ, ഒരാൾ മാത്രമല്ല. സോറി, യെസ് മാം. സവിത മാം.
Okay, behavior. All things handled. I think all things handled nicely. Yeah, sure. Yeah, അത് തന്നെ. അപ്പം ഇങ്ങനത്തെ ഒരുപാട് യെസ് ഓക്കെ, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഒരു പേഴ്സണെ നമ്മൾ അഡ്മയർ ചെയ്യുന്നുണ്ട്. ഈ സെയിം തന്നെ നമ്മളും ബിൽഡ് ചെയ്യണം. നമ്മളിപ്പം ബിഹേവിയർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ റെസ്പെക്റ്റ് ആയിക്കോട്ടെ, ലവ് ആയിക്കോട്ടെ, അത് മറ്റൊരാളിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അവർ നമ്മളിൽ നിന്ന് അത് പ്രതീക്ഷിക്കുമല്ലോ. സോ ആ ഒരു ഫൗണ്ടേഷന് നമ്മൾ എന്തായാലും ബിൽഡ് ചെയ്യൽ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. Now let's get into the next point, which is habits and discipline. The third foundation is our daily habits. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിട്ടിരിക്കുക. Small actions repeated every day slowly shape our future. For example, reading a few pages every day makes you a good reader. Practicing a skill regularly will help you in your career. Managing time properly will help you in your future. Taking care of your health will make you fit. Staying positive will help you in your future. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓരോ ഹാബിറ്റുകളെ കുറിച്ചിട്ടാണ്. നിങ്ങൾ ഓരോ ദിവസവും ചില ആക്ഷൻസുകൾ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്നുണ്ടാകും. അത് നിങ്ങളെ ഫ്യൂച്ചറിൽ വളരെയധികം നിങ്ങളെ ഷേപ്പ് ചെയ്യുന്നതാണ്. ഇനി ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾ എല്ലാ ദിവസവും ബുക്കിൽ കുറച്ച് പേജസ് റീഡ് ചെയ്യുന്നവരാണെങ്കിൽ അത് നിങ്ങളെ ഫ്യൂച്ചറിൽ വളരെയധികം ഹെൽപ്പ് ചെയ്യും. അപ്പം നിങ്ങളൊരു ഇംഗ്ലീഷ് ബുക്കിൽ ഒരു 5 പേജ് ദിവസവും നിങ്ങൾ റീഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഇംഗ്ലീഷ് റീഡിങ് ഇമ്പ്രൂവ് ചെയ്യും, നിങ്ങളെ തിങ്കിങ് ഇമ്പ്രൂവ് ചെയ്യും. റീഡിങ് മാത്രമല്ല, നിങ്ങളുടെ തിങ്കിങ് ഇമ്പ്രൂവ് ചെയ്യും, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യും. ഇതുപോലെ തന്നെ നിങ്ങൾ ഓരോ ദിവസവും ഒരുപാട് കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്തിട്ട് ചെയ്യും. ഇന്നൊരു ടാസ്ക് ചെയ്യുകയാണെങ്കിൽ സെയിം ടാസ്ക് നാളെയും അതിൻ്റെ പിറ്റേ ദിവസമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ റിസൾട്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. ബട്ട് ഇൻ ദ ഫ്യൂച്ചർ യു വിൽ ബി സീയിങ് ദ ബെസ്റ്റ് എവർ റിസൾട്ട്സ്. അതിന് എക്സാമ്പിൾസാണ് എന്നും റീഡ് ചെയ്യുന്നത്, ഒരു സ്കില്ല് എന്നും പ്രാക്ടീസ് ചെയ്യുന്നത്. ഇതെന്താ ഇങ്ങനെ വരുന്നത്? കണക്ഷൻ പോയതാണ്. ഒരു സ്കില്ല് എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യുന്നത്, സ്കിൽ ഇൻ ദ സെൻസ് ലൈക്ക് ഇപ്പോൾ കോഡിങ് എന്നുള്ളതാണെങ്കിൽ നിങ്ങളുടെ ഫീൽഡിനനുസരിച്ചിട്ട്, ഇപ്പോൾ കോഡിങ് എന്നുള്ളതാണെങ്കിൽ എന്നും കോഡിങ് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ഹെൽപ്പിംഗ് ഇൻ യുവർ ഫ്യൂച്ചർ. ആൻഡ് ഇഫ് യു ആർ പ്രാക്ടീസിങ് കുക്കിംഗ്, ഇഫ് യു ആർ പ്രാക്ടീസിങ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, എനിത്തിങ്, അത് ഒരു സ്കില്ല് നിങ്ങൾ എന്നും പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ യു വിൽ നോട്ട് ബി ബെനിഫിറ്റ് എനിത്തിങ് ഫ്രം നൗ, ബട്ട് യു വിൽ ബി സീയിങ് ദ റിസൾട്ട്സ് ഇൻ ദ ഫ്യൂച്ചർ. ആൻഡ് നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ആണ് മാനേജിങ് യുവർ ടൈം പ്രോപ്പർലി. അത് നിങ്ങളുടെ ഫ്യൂച്ചറിൽ, അത് നിങ്ങൾക്ക് ഇപ്പോഴും നല്ല യൂസ്ഫുൾ ആണ്, ആൻഡ് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഈസി ആവുകയും ചെയ്യും. എന്തെങ്കിലും പെട്ടെന്നൊരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ടൈം മാനേജ് ചെയ്യാനുള്ള സ്കില്ല് ഓൾറെഡി ഉണ്ട്. കാരണം നിങ്ങൾ എല്ലാ ദിവസവും അത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഫൗണ്ടേഷൻ അവിടെ സെറ്റാണ്, റെഡിയാണ്. നിങ്ങളുടെ ഹെൽത്ത്, നിങ്ങളുടെ പോസിറ്റീവ് മൈൻഡ് സെറ്റ്, ഈ കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ ഡെയിലി നമ്മൾ ചെയ്യുന്ന ആക്ഷൻസ് ആണ്. സോ അത് ഫ്യൂച്ചറിൽ നമുക്ക് കാരണം ഈ ഡെയിലി ചെയ്യുന്നതുകൊണ്ട് നിങ്ങളുടെ ഫൗണ്ടേഷൻ അവിടെ റെഡി ആവാണ്. റീഡിങ്ങിൽ ഫൗണ്ടേഷൻ റെഡി ആയിട്ടുണ്ട്. സോ ഫ്യൂച്ചറിൽ ഒരു കാര്യം പെട്ടെന്ന് റീഡ് ചെയ്യാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്പീഡായിട്ട് റീഡ് ചെയ്യാൻ വേണ്ടി കഴിയും, കാരണം അതിൽ ഫൗണ്ടേഷൻ ഉണ്ട്. ഗ്രേറ്റ് സക്സസ് usually does not happen because of one big action. It happens because of many small efforts done consistently. ഒരു സക്സസ് സംഭവിക്കുന്നത് ജസ്റ്റ് ഒരു ആക്ഷൻ കൊണ്ടല്ല, ജസ്റ്റ് ഒരു രാത്രി കൊണ്ട്, ഓവർനൈറ്റ് കൊണ്ടല്ല, പകരം ഒരുപാട് സ്മോൾ എഫേർട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്തത് കൊണ്ടാണ്. ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഞാനൊരു ബുക്ക് എഴുതിയിട്ടുണ്ട്. അപ്പം പല ആളുകളും പറയുന്നത്, പല ആളുകൾ പറയല്ല കേട്ടോ, അഥവാ പല ആളുകൾ ചിന്തിക്കുന്നത് ഈ ഒരു ബുക്ക് ഒരു ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് എഴുതിയതെന്നാണ്. പക്ഷേ അങ്ങനെയല്ല. അതിന് പകരം ചെറുപ്പത്തിൽ തന്നെ ഞാൻ കുറേ റൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്തത് കൊണ്ടാകാം, നല്ല രീതിയിൽ കഥകളൊക്കെ ഇങ്ങനെ പറയുന്ന ഒരാളായത് കൊണ്ടാകാം. മാത്രമല്ല ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഒരുപാട് റിസേർച്ച് നടത്തി അതിനെ എങ്ങനെ ഒരു പ്രസൻറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു അത് കറക്റ്റായിട്ട് പ്രസൻറ്റ് ചെയ്യുക. ഈ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരുപാട് സ്മോൾ എഫേർട്സ് ഉണ്ട്, ഇൻവിസിബിൾ ആയിട്ടുള്ള സ്മോൾ എഫേർട്സ് ഉണ്ട്. ഇതിൻ്റെ റിസൾട്ടായിട്ടാണ് ആ ഒരു സക്സസ് വരുന്നത്. സോ it does not happen within one big action, but it happens with many small efforts done consistently is very important. നിങ്ങൾ എന്ത് പഠിക്കുകയാണെങ്കിലും എന്ത് ചെയ്യുകയാണെങ്കിലും അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യണം. ഒരു ദിവസം ചെയ്ത് പിറ്റേ ദിവസം ചെയ്യാതിരിക്കുകയല്ല. നിങ്ങളിപ്പോൾ ഇംഗ്ലീഷ്
സംസാരിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി അതുകൊണ്ട് പറയണം. നിങ്ങൾ ഇന്ന് സംസാരിച്ചു നാളെ സംസാരിക്കില്ല, പിറ്റേ ദിവസം സംസാരിക്കില്ല, അങ്ങനെയല്ല. എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കുമ്പോഴേ അതിനുള്ള റിസൾട്ട് കാണുകയുള്ളൂ. ഓക്കെ, നൗ ലെറ്റ്സ് ഡു എ ക്വിക്ക് ആക്ടിവിറ്റി. ഇതൊരു ആക്ടിവിറ്റിയാണ്, അപ്പോൾ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്ന് ഞാൻ പറയുകയാണ്. ലെറ്റ് us do a small activity. Imagine your life is a beautiful house that you are building. What are the 3 strongest pillars you would like to include in your foundation? നിങ്ങളുടെ ലൈഫ് നിങ്ങളൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വീടായിട്ട് നിങ്ങൾ ചിന്തിക്കുക. നിങ്ങളൊരു വീട് നിർമ്മിക്കുമ്പോൾ എന്തൊക്കെ നിങ്ങളതിൽ ഇൻക്ലൂഡ് ചെയ്യും? നിങ്ങൾ അടിത്തറ നന്നാക്കും, അടിത്തറയ്ക്ക് വേണ്ടിയിട്ട് നല്ല കല്ലുകൾ ചൂസ് ചെയ്യും, നല്ല സിമെൻറ്റ് ചൂസ് ചെയ്യും, നല്ല പണിക്കാർ ചൂസ് ചെയ്യും, ഇങ്ങനെയൊക്കെ ചെയ്യില്ലേ? ഇതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ ഫൗണ്ടേഷൻസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഏതൊക്കെ സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള പില്ലറുകൾ ചൂസ് ചെയ്യും? ഞാൻ എക്സാമ്പിൾസ് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് എക്സാമ്പിൾസ് ഞാൻ പറയുന്ന എക്സാമ്പിൾസ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ ഈ ക്വസ്റ്റ്യന് നോട്ട് ഡൗൺ ചെയ്യാം. ലേറ്റർ നിങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എക്സാക്റ്റ് ആയിട്ടുള്ള നിങ്ങളുടെ റിയൽ ലൈഫിൽ ബന്ധപ്പെട്ടിട്ടുള്ള ആൻസേഴ്സ് കിട്ടും. എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ കോൺഫിഡൻസ്, നോളജ്, ഫാമിലി, ഗുഡ് ഹെൽത്ത്, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, ഹാർഡ് വർക്ക്, ഫെയ്ത്ത്, ഡിസിപ്ലിൻ. ഇതൊക്കെ ഒരു എക്സാമ്പിൾസാണ്. ഇതിലൊക്കെ നിങ്ങൾ ഏതൊക്കെയായിരിക്കും? ഇപ്പം ഞാനാണെങ്കിൽ കോൺഫിഡൻസ് ചൂസ് ചെയ്യും, ഡിസിപ്ലിൻ ചൂസ് ചെയ്യും, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഇതായിരിക്കും ചൂസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഇതിൽ ഏതൊക്കെ ഒരു 3 പില്ലറുകൾ നിങ്ങൾ ചൂസ് ചെയ്യും? ഇതെന്നല്ല, നിങ്ങൾക്ക് എക്സ്റ്റേണൽ ആയിട്ടും പറയാട്ടോ. ഹലോ, Discipline. Discipline. It's a very important strongest pillar to have discipline in everything you are doing. Discipline, honesty, Yes. and kindness. Yes. That's a very good answer. So remember that there are no right or wrong answers. Each person has a unique journey. So our foundations can be different. അപ്പോൾ ഇതിൽ റൈറ്റ് ഓർ റോങ് ആൻസേഴ്സ് ഒന്നും ഇല്ല കേട്ടോ. എല്ലാവരുടെയും ജേർണി ഡിഫറെൻ്റ് ആണ്, എല്ലാവരുടെയും ഫൗണ്ടേഷൻസും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഞാൻ ചൂസ് ചെയ്യുന്ന അല്ല സാറ് ചൂസ് ചെയ്യുക, അതുപോലെ തന്നെ സാറ് ചൂസ് ചെയ്യുന്ന പോലെ എല്ലായിരിക്കും മാം ചൂസ് ചെയ്യുക. അപ്പോൾ എല്ലാവരുടെയും ഡിഫറെൻ്റ് ആയിരിക്കും. സോ anyways thank you. Thanks so much for sharing. It is wonderful to see how everyone has different thoughts and experiences. Rafiq sir, can you mute your mic? Okay, thank you. ഇനി ഞാൻ ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് പറയാം, നിങ്ങൾക്കത് നോട്ട് ഡൗൺ ചെയ്യാം. ഇപ്പം ആൻസർ ചെയ്യണ്ട, പക്ഷെ നിങ്ങൾക്കത് നോട്ട് ഡൗൺ ചെയ്യാം. ആൻഡ് ലേറ്റർ ഈ ക്ലാസ്സിന് ശേഷം, ഈ ഒരു സെഷന് ശേഷം നിങ്ങൾക്ക് തിങ്ക് ചെയ്യാം അതിനെക്കുറിച്ചിട്ട്. നിങ്ങൾ ഫ്രീ ടൈമിൽ നിങ്ങൾ അതിനെക്കുറിച്ചിട്ടൊന്ന് ചിന്തിക്കുക. ആൻഡ് യു മസ്റ്റ് ആൻസർ ഇറ്റ്. കാരണം നിങ്ങൾ ആൻസർ ചെയ്താൽ ഉറപ്പായിട്ടും ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ ഇൻ യുവർ ലൈഫ്. ഐ എം പ്രിറ്റി ഷുവർ അബൌട്ട് ദാറ്റ് ഇറ്റ് വിൽ ഹെൽപ്പ് യു ഇൻ യുവർ ലൈഫ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒന്ന് നോട്ട് ഡൗൺ ചെയ്യുക. അധികം ചിന്തിക്കേണ്ടി വരും, എന്നാലും ഇതിന് ആൻസർ കിട്ടും. സോ യു ക്യാൻ ടേക്ക് യുവർ ടൈം ആൻഡ് ഐ വിൽ ബി ഹാപ്പി ടു ഹിയർ യുവർ ആൻസേഴ്സ് ആഫ്റ്റർ ദ സെഷൻസ്. ആൻഡ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, നിങ്ങൾക്ക് നോട്ട് ഡൗൺ ചെയ്യാം കേട്ടോ. ഇതിൻ്റെ ആൻസർ ഇപ്പോൾ പറയണ്ടേ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു തിങ്ക് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫൗണ്ടേഷൻ ഇൻ ലൈഫ്? വാട്ട് ഡു യു തിങ്ക് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫൗണ്ടേഷൻ ഇൻ ലൈഫ്? ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഫൗണ്ടേഷൻസ് എന്തൊക്കെയാണ്? നിങ്ങളുടെ ജീവിതത്തിൽ ഏതൊക്കെ ഫൗണ്ടേഷൻസ്? ഇപ്പം സാറും മാഡമൊക്കെ പറഞ്ഞല്ലോ, ഡിസിപ്ലിന്, അതുപോലെ തന്നെ ഓണസ്റ്റി, കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. സോ ഇതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഫൗണ്ടേഷൻസ് എന്തൊക്കെയാണ്? ആൻഡ് ഐ ഹോപ്പ് യു ആർ നോട്ടിങ് ഇറ്റ് ഡൗൺ. ഓക്കെ, നൗ ഹിയർ ഗോസ് ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹു ഹാസ് ഹെൽപ്ഡ് യു ബിൽഡ് യുവർ ഫൗണ്ടേഷൻ? Who has helped you build your foundation? നിങ്ങളുടെ ഫൗണ്ടേഷന് ബിൽഡ് ചെയ്യുന്നതിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ആളുകൾ ആരൊക്കെയാണ്?
അപ്പം ഇതൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ നോളജിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമ്മളെ നോളജ് എവിടെ നിന്നൊക്കെ നമുക്ക് കിട്ടുക? ടീച്ചേഴ്സ് വഴി, മെൻറ്റേഴ്സ് വഴി, പാരൻസ് വഴി, ഫ്രണ്ട്സ് വഴി, നെയ്ബേഴ്സ്, ഇവരൊക്കെ വഴിയല്ലേ. സോ ഇവരെക്കുറിച്ച് ആലോചിക്കുമ്പോഴേ നമുക്കൊരു ഗ്രാറ്റിറ്റ്യൂഡും ഫീൽ ചെയ്യും, നമ്മുടെ പേഴ്സണാലിറ്റി ചേഞ്ച് ചെയ്യും ഇതിനൊക്കെ ആൻസർ ചെയ്യുകയാണെങ്കിൽ. And community also. Yeah, the community, that's a very great answer. Community socialization is very important one. Now here goes the third one. Yes. Okay. Parents, teachers, elders. Yeah. Parents, neighbors. All influence our family. Yeah, exactly. Our life. Yeah, our life. It's a very good important one. That's a great answer. Man. Now, here goes the third question. What is one area where you want to become stronger? What is one area where you want to become stronger? നിങ്ങൾക്ക് സ്ട്രോങ്ങറായി മാറേണ്ട ഒരു ഏരിയ. അപ്പം നിങ്ങളുടെ ഫൗണ്ടേഷൻ ആയിരിക്കാം, നിങ്ങൾ ഫൗണ്ടേഷൻ ചൂസ് ചെയ്തിട്ടുണ്ടാകും. നേരത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നിങ്ങളുടെ ഫൗണ്ടേഷൻ ഏതൊക്കെയൊക്കെയാണ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ട്. ഇനി അതിൽ ഏത് ഫൗണ്ടേഷനാണ് നിങ്ങൾക്ക് സ്ട്രോങ്ങർ ആക്കേണ്ടത്? ഫോർ എക്സാമ്പിൾ കോൺഫിഡൻസ് ആയിരിക്കാം, പബ്ലിക് സ്പീക്കിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ ഓണസ്റ്റി ആയിരിക്കാം. ഏതാണോ അത് സ്ട്രോങ് ആക്കേണ്ട ഏരിയ ഏതാണെന്നും അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സ് നിങ്ങളവിടെ എഴുതി വെക്കാം. ഓക്കെ, നിങ്ങളുടെ ബുക്കോ പേപ്പർ എന്തിലാണോ സ്റ്റെപ്സ് എന്തൊക്കെ നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ള കാര്യം പ്രോപ്പറായിട്ട് എഴുതി വെക്കാം. ഇറ്റ് വിൽ ഹെൽപ്പ് യു എ ലോട്ട്. കോൺഫിഡൻസ് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. സോ അത് കോൺഫിഡൻസ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ നിങ്ങളെ പേഴ്സ്പെക്റ്റീവിൽ എന്തൊക്കെയാണോ നിങ്ങളുടെ മൈൻഡിൽ വരുന്നത് അത് നോട്ട് ഡൗൺ ചെയ്യുക. ഓക്കെ, സോ ഹിയർ ഗോസ് ദ ഫോർത്ത് ക്വസ്റ്റ്യൻ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ക്യാൻ എ പേഴ്സൺ അച്ചീവ് ലോങ് ടേം സക്സസ് വിതൗട്ട് എ സ്ട്രോങ് ഫൗണ്ടേഷൻ ആൻഡ് വൈ? ഇത് ചിന്തിച്ചിട്ട് ആൻസർ ചെയ്യണം. Can a person achieve long-term success without a strong foundation and why? ഒരു വ്യക്തിക്ക് ലോങ് ടേം ആയിട്ടുള്ള സക്സസ്, കുറേ കാലം നിലനിൽക്കുന്ന സക്സസ് ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ ഇല്ലാതെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുമോ? അപ്പോൾ സ്ട്രോങ് ഫൗണ്ടേഷൻ ഒന്നുമില്ല, എന്തൊക്കെയോ അതിനെക്കുറിച്ച് അറിയാം, ആ ഒരു വ്യക്തിക്ക് ലോങ് ടേം ആയിട്ടുള്ള ഒരുപാട് കാലം, ചിലപ്പോൾ ഷോർട്ട് ടേം സക്സസ് ഉണ്ടാകും, പക്ഷെ ലോങ് ടേം ആയിട്ടുള്ള ഒരു സക്സസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുമോ? ഇനി കഴിയുമെന്നാണെങ്കിൽ എന്തുകൊണ്ട്, കഴിയില്ല ആണെങ്കിലും എന്തുകൊണ്ട്? സോ ഐ ഹോപ്പ് യു ഹാവ് ഓൾ നോട്ടഡ് ഡൗൺ ദ ക്വസ്റ്റ്യൻസ്. ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യണോ? ഷുഡ് ഐ റിപ്പീറ്റ് എനി ഓഫ് ദ ക്വസ്റ്റ്യൻസ്? Okay, so as we come to the end of our ഗ്രൂപ്പിൽ മാമിനെ ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് ഗ്രൂപ്പിൽ ഇടാൻ പറ്റും? yeah sure, ഞാനിടാം. ഓക്കെ, അത് ഞാൻ പുറത്താ മാം, എനിക്ക് എഴുതിയെടുക്കാനൊന്നും പറ്റില്ല. sure, ഞാനിടാം. No problem with that. Okay, thank you ma'am. Yeah, no problem. So as we come to the end of our wonderful conversation, I would like to thank everyone for your beautiful participation and for sharing your thoughts so openly. Today we discovered that a strong foundation is the hidden strength behind every successful life. It is not built overnight, but through small efforts, good choices, and the values we practice every day. We may not always see our foundation, just like we cannot see the roots of a tree, but it is what helps us grow, stand strong, and reach greater heights. Building a strong foundation is a lifelong journey, and it requires patience, self-reflection, and a willingness to keep improving ourselves. അപ്പം നമ്മൾ നമ്മുടെ കോൺവെർസേഷൻ്റെ വണ്ടർഫുൾ ഈ ഒരു കോൺവെർസേഷൻ്റെ എൻഡിലോട്ട് എത്തിയിരിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും പാർട്ടിസിപ്പേഷനും തോട്ട്സും വളരെ നന്നായിരുന്നു. ആൻഡ് ഐ എം റിയലി ഹാപ്പി അബൌട്ട് ദാറ്റ്. അപ്പം ഇന്ന് ഡിസ്കസ് ചെയ്ത കാര്യം നമ്മൾ സ്ട്രോങ് ഫൗണ്ടേഷനാണ്. അപ്പോൾ ഇതിൽ റിമെമ്പർ ചെയ്യേണ്ട കാര്യം, നമ്മുടെ ഫൗണ്ടേഷന് ഒരിക്കലും വിസിബിൾ ആവില്ല, അതെപ്പോഴും ഹിഡൻ ആയിട്ടായിരിക്കും കിടക്കുക. പക്ഷേ ഈ ഒരു ഫൗണ്ടേഷനാണ് നമ്മളെ സക്സസ്സിലോട്ട് നയിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ബിൽഡ് ഓവർ നൈറ്റ്. അത് സ്മോൾ എഫേർട്സിലൂടെയും ചോയ്സസിലൂടെയും വാല്യൂസിലൂടെയും നമ്മൾ കൺസിസ്റ്റൻസിയോട് കൂടിയിട്ടും നിൽക്കുമ്പോഴാണ് അത് ബിൽഡ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഐ ഹാവ് ഓൾസോ എക്സ്പ്ലോർഡ് ദിസ് ടോപ്പിക് ഇൻ മോർ ഡീറ്റെയിൽ ഇൻ മൈ ബുക്ക് Study Mastery for Teens,
where I share ideas about building strong habits, developing a positive mindset, improving self-discipline, and creating a strong foundation for personal growth and success. I hope it can be helpful, especially for young learners who are trying to shape their future. അപ്പം ഈ ഒരു ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കിനെ കുറിച്ചിട്ട് ഞാൻ എൻ്റെ ബുക്കിൽ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ എങ്ങനെയൊക്കെ ഒരു സ്ട്രോങ് ഹാബിറ്റുകൾ ഫൗണ്ടേഷൻ സ്ട്രോങ് ചെയ്യണമെങ്കിൽ നമുക്ക് നല്ല ഹാബിറ്റുകൾ വേണം. സോ എങ്ങനെ ഒരു സ്ട്രോങ് ഹാബിറ്റ്സ് ഫോം ചെയ്യാം, ബിൽഡ് ചെയ്യാം എന്നുള്ളതും, അതുപോലെ ഒരു പോസിറ്റീവായിട്ടുള്ള മൈൻഡ് സെറ്റ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, സെൽഫ് ഡിസിപ്ലിൻ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം, ആൻഡ് ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ നമ്മളെ പേഴ്സണൽ ഗ്രോത്തിനും സക്സസ്സിനൊക്കെ വേണ്ടിയിട്ടുള്ളൊരു സ്ട്രോങ് ഫൗണ്ടേഷൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതും അത് ഇമ്പ്രൂവ് ചെയ്തിട്ട് അത് ഒരു കോട്ടം വരുത്താതെ എല്ലാ കാലത്തും നമുക്ക് കൊണ്ടുപോകാനുള്ള എല്ലാ കാര്യങ്ങളും അതിൽ ഡീറ്റെയിൽഡായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് സ്റ്റഡി മാസ്റ്ററി ഫോർ ടീൻസ് എന്നുള്ള ഈ ഒരു ബുക്കിൽ. സോ അത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്നാണ് വിചാരിക്കുന്നത്. കാരണം യങ് ലേണേഴ്സിന് എസ്പെഷ്യലി അത് വളരെയധികം ഹെൽപ്ഫുൾ ആവും. അവരുടെ ഫ്യൂച്ചറിലോട്ട് അത് ഉറപ്പായിട്ട് ഹെൽപ്ഫുൾ ആവുന്നതാണ്. അപ്പം കുറേ ആളുകൾ ചോദിച്ചത് കൊണ്ട് പറയാണ്, ഈ ഒരു ബുക്ക് ആമസോണിൽ അവൈലബിൾ ആണ്. എബ്രോഡ് ഉള്ളവർക്ക് ആമസോണിൽ നിന്ന് മേടിക്കാവുന്നതാണ്. UK ആമസോണിൽ അവൈലബിൾ ആണ്. ആൻഡ് നാട്ടിലുള്ളവർക്ക് podi.com എന്നുള്ള വെബ്സൈറ്റിലും അതുപോലെ തന്നെ നിങ്ങൾ ഡീറ്റെയിൽസ് അയച്ചാൽ നമ്മൾ പോസ്റ്റ് വഴിയും അത് കൊടുക്കുന്നതാണ്. ഇപ്പം 280 റുപ്പീസാണ് അതിൻ്റെ പ്രൈസ് എന്നുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ DM കോൺടാക്റ്റ് ചെയ്താൽ മതി. Let us always remember that before building a successful future, we must first build a strong self. Thank you once again for spending this meaningful time together. I truly enjoyed our conversation and I hope we can continue learning, sharing and growing together. Have a wonderful day, everyone. Thank you very much. Ma'am, is this book simple English or tough English? It's very simple English. I used simple English. I didn't use any like idioms, and also everyone could read, even young learners, adults, everyone can learn. ആൻഡ് പിന്നെ ഒരു കാര്യം, നിങ്ങളെല്ലാവരും ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു ഫീഡ്ബാക്ക് തരണം കേട്ടോ. കാരണം അതെനിക്ക് മുമ്പോട്ട് പോകാനുള്ളൊരു പ്രചോദനമാണ്. അപ്പോൾ ഒരു ഓഡിയോ ക്ലിപ്പായിട്ടോ റൈറ്റപ്പായിട്ടോ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എല്ലാവരും അറിയിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ആൻഡ് താങ്ക് യു എവരിവൺ. ഓക്കെ മാം, ഒന്ന് പറഞ്ഞോട്ടെ. പിന്നെ നമ്മുടെ ഫാത്തിമ ദിൽന പഠിക്കുന്നത് 10ാം ക്ലാസ്സിലാണ്. ഈ വർഷം 10ാം ക്ലാസ്സിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ സമയത്ത് അവളൊരു പുസ്തകം എഴുതി. ആ പുസ്തകത്തെ കുറിച്ചാണ് നമ്മുടെ ഗ്രൂപ്പിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതിനെക്കുറിച്ചുള്ള വിവരണം ഞാൻ ഒരു വോയിസ് ആയിട്ട് ഇട്ടിരുന്നു. നിങ്ങൾ കേട്ടുകാണെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ അവരെ നമുക്ക് പ്രോത്സാഹിപ്പിക്കണം. നല്ല ഫ്യൂച്ചറിലൊരു കുട്ടിയാണ്. നമുക്ക് അവർക്ക് വേണ്ട എല്ലാ എൻകറേജും കൊടുക്കണം എന്നാണ് പറയാനുള്ളത്. സോ വി ക്യാൻ ഗോ ടു വൈൻഡ് അപ്പ്. ആരാണ് ഒരു വോട്ട് ഓഫ് താങ്ക്സ് പറയാ? ആരെങ്കിലും ഒരാൾ മുന്നോട്ട് വന്ന് പറയാ. പ്രത്യേകിച്ച് വിളിക്കുന്നില്ല, ഒരാൾ ഒരു വോട്ട് ഓഫ് താങ്ക്സ് പറയും. യാ, who will come to forward? ഹലോ, ഫാത്തിമ ദിൽന. വിലയേറിയ ടൈം ഞങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തതിൽ ഒരുപാട് താങ്ക്സ് ഉണ്ട്. വളരെ എന്താ പറയാ, നല്ല ക്ലിയർ ആയിട്ട് നീ പറഞ്ഞു തന്നിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഓഫ് കോഴ്സ് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഈ 4 ക്വസ്റ്റ്യൻസ് ഇതിലൊന്ന് മെൻഷൻ ചെയ്യുകയായിരുന്നെങ്കിൽ അത് വളരെ നന്നായി. ഓഫ് കോഴ്സ് ഞാനത് ഗ്രൂപ്പിൽ ഇടാവുന്നതാണ്. ഇനിയും സമയമുള്ളപ്പോൾ ഇതുപോലത്തെ നല്ല എന്താ പറയുക, ഞങ്ങൾക്ക് പറഞ്ഞ ക്ലാസ്സിലായിട്ട് വീണ്ടും വരണം. Sure. I will be happy. Ma'am, thank you very much for your nice conversation. It is very useful to us. It is very good and clear that all the topics, all the concepts you told that all are for our new information for ours. That very nice and beautiful conversation. Thank you so much. I'm very delightful for your valuable feedback,
ആൻഡ് നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഫീഡ്ബാക്ക്സ് ഒരു ഓഡിയോ ക്ലിപ്പായിട്ട് ഷെയർ ചെയ്യാവുന്നതാണ്. അപ്പം എനിക്ക് വളരെയധികം പ്രചോദനമായിരിക്കും. Of course, ma'am. Of course. താങ്ക് യു. പിന്നെ ഹലോ, ഞാനും ഈ ക്ലാസ് കേട്ടോണ്ടിരിക്കുമ്പോഴേ ഫുള്ളായിട്ട് ചിന്തിച്ചതും അത് തന്നെയാണ്. 50 above ആൾക്കാരാണ് ഈ ഗ്രൂപ്പിൽ എല്ലാവരും. പക്ഷെ മോളി ഈ പ്രായത്തിൽ ഇത്രയും നന്നായിട്ട് ഞങ്ങൾക്കൊരു അഡ്വൈസ് തരാനും എത്രയും ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനും കഴിഞ്ഞു. അപ്പോഴും ഞാൻ ചിന്തിക്കുന്നത് അതാണ്, മോൾക്ക് ഇത്രയും കഴിവുണ്ടല്ലോ ഈ പ്രചരിപ്പിച്ചത്. നമ്മൾക്കൊക്കെ അറിയാത്തതോ അറിയുന്നതായിരിക്കാം, പക്ഷെ നമ്മൾ ചെയ്തിട്ടില്ല. അപ്പൊ ഒരാൾ പ്രചോദനം തരുമ്പോഴേ നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. വെരി പ്രൗഡ് ഓഫ് യു. താങ്ക് യു സോ മച്ച്. ഉറപ്പായിട്ടും എനിക്കും അത് വളരെ സന്തോഷമാണ്. വേറുള്ളവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുക എന്നുള്ളത് എൻ്റെ ഒരു പാഷനാണത്. Are you going to wind up? Yeah, let's wind up. Can you hear me? Yes sir, we can wind up. ആർക്കെങ്കിലും എന്തെങ്കിലും പറയണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഞാൻ പണിയുടെ ഇടയ്ക്ക് വന്നിട്ടാണ് ഇത് പറയുന്നത്. ഞാൻ കുറച്ചു നേരം എനിക്ക് മിസ്സായി. ഇവിടെ ഫീൽഡിൽ പണിയെടുക്കണേ, ക്ലാസ് മിസ്സാകാനും പറ്റില്ല. അത് കുഴപ്പമില്ല സർ. When will you see again, ma'am? Tomorrow? I will